അമേരിക്കയും ഇറാനും തമ്മിൽ പലതവണ സമാധാന ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ഒന്നിനും പരിഹാരം കാണാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് പശ്ചിമേഷ്യ വൻ യുദ്ധഭീതിയിൽ തുടരുകയായിരുന്നു. ഇറാൻ തങ്ങളുടെ ആണവ ബാലസ്റ്റിക് മിസൈൽ പദ്ധതികളുമായി മുന്നോട്ടു പോയാൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് യുഎസും ഇസ്രായേലും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം. ഇസ്രായേൽ രാജ്യത്തിന് നേരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കുന്നതിനായി ഇസ്രായേൽ ഇറാനെതിരെ ഒരു മുൻകൂർ ആക്രമണം ആരംഭിച്ചുവെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസ്റ്റ് അറിയിച്ചത്. ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും ഇറാനും 12 ദിവസത്തെ വ്യോമാക്രമണത്തിൽ ഏർപ്പെട്ടതിനു ശേഷമാണ് പുതിയ ആക്രമണം. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കം നയതന്ത്രത്തിലൂടെ പരിഹരിക്കുന്നതിനും മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന സൈനിക ഏറ്റുമുട്ടലിന്റെ ഭീഷണി ഒഴിവാക്കുന്നതിനുമായി ഫെബ്രുവരിയിൽ യുഎസും ഇറാനും ചർച്ചകൾ ആരംഭിച്ചിരുന്നു. എന്നിരുന്നാലും ഇറാനുമായുള്ള ഏതൊരു യുഎസ് കരാറിലും സമ്പുഷ്ടീകരണ പ്രക്രിയ നിർത്തലാക്കുക മാത്രമല്ല ടെഹ്റാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചുമാറ്റുന്നതും ഉൾപ്പെടുത്തണമെന്ന് ഇസ്രായേൽ നിർബന്ധിച്ചിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും ഇറാന്റെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. ഇസ്രായേലിലെ ജനങ്ങളോട് എത്രയും വേഗം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.